അഞ്ജലി, ഞാനതാ ബാഹുലേനെന്ന് വരട്ടാൻ പറഞ്ഞതാ. അല്ലാതെ ഞാനിപ്പോ ഉടനെ ഒരു ആൺകുട്ടിക്ക് ഇവിടെ സീറ്റ് കൊടുത്താ അവരത് വേറെ സെൻസിലേ എടുക്കൂ. മാമിന്റെ സ്പിരിറ്റും വാശിയൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു. ശരിക്കും അത് തന്നെയാ ചെയ്യേണ്ടത്. മാം, എനിക്കറിയുന്ന കുട്ടിയാ. ലിറ്ററേച്ചറിന് 80% മാർക്കുണ്ടവന്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എടുക്കനാ. നമ്പർ 1 ഹോക്കി പ്ലെയർ. ഹർഡിൽസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ. മാർഷൽ ആർട്സിലാണെങ്കിൽ പറയും വേണ്ട. എത്ര സമ്മാനങ്ങൾ. ഇത് നിന്റെ TC. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് തരാനില്ല. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചേ. ഓ സർ, കോഴ്സ് കഴിയാൻ ഇനി 2 മാസേ ഉള്ളൂ. എക്സാം എഴുതാനെങ്കിൽ അവനെ അനുവദിച്ചൂടെ? കൊള്ളാം, ഇതാലോചിക്കാം. ഇവിടെ ആദ്യം വരുന്ന പയ്യന് വെറും അക്കാഡമിക് ബുദ്ധി മാത്രം പോരാ. അല്ല, അഞ്ജലിയുടെ ആരേ കുട്ടി? എന്റെ മകനാ. ആര്? ശ്യാമോ? നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്രയ്ക്ക് ശത്രുത? ഇപ്പൊ ഉള്ള മനസ്സമാധാനം കൂടി കളയാനുള്ള പരിപാടിയാ? മാം, അവന്റെ കൂട്ടുകെട്ട്, ആ കോളേജിന്റെ ചുറ്റുപാട്, അതൊക്കെ അവനെ വഷളാക്കി. ഇനി 2 കൊല്ലം കൂടി അവൻ ആ കോളേജിൽ തന്നെ പോയാ ഞാൻ ആദ്യം പിടിച്ച് മരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെയൊക്കെ കൺവെട്ടത്ത് ഈ കണ്ട പെൺകുട്ടികളുടെ നടുവില് അവൻ എന്ത് തെമ്മാടത്തിനും കാണിക്കാനാ? അവസാനം ഞാൻ നാടുവിടേണ്ടി വരുവോ? അല്ല, അവന് സമ്മതമാണോ? സമ്മതിപ്പിക്കാം. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3001. സഹൃദരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആനത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആനങ്ങോട്ടോ അല്ല, പിന്നെയോ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. ആ ചിരി കണ്ടു, ആ കുടി കണ്ടു, കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടു. അറടിപ്പൊക്കമുള്ളാനൊരുത്തൻ, ആരും കൊതിക്കും കാമദേവൻ. അതെ, അല്ല, നിർത്ത്. വാ കൊണ്ട് ഊർജം കളഞ്ഞത് മതി. പറ, എന്താ നിന്റെ തീരുമാനം? വേണ്ട വേണ്ട. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയും. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധം പ്രഖ്യാപിക്കണടാ. കൂടുതൽ പ്രസ്സിങ് വേണ്ട. ശരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3000 പെൺപിള്ളേരും ഒത്ത നടുക്കെന്റെ പൊന്നുമോനും. നീ 3 കൊല്ലം ആൺപിള്ളേരുടെ കൂടെ ആറാടിയില്ലേ? ഇനി 2 കൊല്ലം പെൺപിള്ളേരുടെ കൂടെ അഴിഞ്ഞാടാ. ഇതിപ്പോ പൊട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. പൊട്ട നിന്റെ ഉപ്പാപ്പ അത്രമാൻ. ആണ്ടവാ, ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. മതിയടാ, നിർത്ത്. എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്റെ അമ്മയുടെ ഒന്ന് കൊട്ടേഷൻ വാങ്ങിച്ചിരിക്കുക വൃത്തികെട്ടവന്മാര്. കിട്ടിയ കാശിന് നക്കിയിട്ട് വീട്ടിൽ പോയിക്കോണം. എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ട് പോടാ. അത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞോളാം. പറയുന്നതിന് മുമ്പ് നീ ഒന്നോർക്കണം. നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും കൊണ്ട് എവിടെ കിട്ടൂടാ നിനക്കൊരു സീറ്റ്? അതുകൊണ്ട് ചെന്നാ KSRTC ബസ്സിൽ പോലൊരു സീറ്റ് കിട്ടൂല. ആ, അത് ഞാൻ നോക്കിക്കോളാം. നല്ല മണമുണ്ടല്ലോ. ഒരു പാർട്ടി ഉണ്ടായിരുന്നു. സ്പോൺസർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അമ്മയൊന്ന് നിന്നേ. എന്താ? ഇത്രയും നാളും എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നല്ലോ. ഇപ്പോഴെന്താണാവോ അവരോട് പുതിയൊരു സ്നേഹം? എനിക്ക് ആരോടും ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. നീ പാസ്സായതിന്റെ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് രൂപ കൊടുത്തു. ഓ, അല്ലാതെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കൈക്കൂലി അല്ല അല്ലേ? അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഫ്രണ്ട്സ് പറഞ്ഞാലല്ലേ നീ കേക്കൂ. എന്റെ വാക്കിന് എന്താ ഒരു വില? എന്നെ കൊണ്ട് സഹി കേട്ടോ അമ്മേ. ശ്യാമു. ഓ, സമ്മതിച്ചു. ഇനി എന്നെ നന്നാക്കാൻ ഒരു അവസരം തന്നില്ല എന്ന് വേണ്ട. ശ്രമിച്ചു നോക്ക്. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ? എന്ത് ധൈര്യത്തിലാ ഞാൻ അങ്ങോട്ട് പോവാ? അന്നമ്മോ, എന്ത് ധൈര്യത്തിലാടി അവനിങ്ങോട്ട് വരുന്നേ?
അവന് ജീവിതം മടുത്തു കാണോടി. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് വണ്ടിക്ക് തല വെക്കോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വനജ ടീച്ചറുടെ ഈ പറഞ്ഞ വിത്തിനെ? എവിടെ? എന്താ അത്ര കാണാൻ? അത് ഉറപ്പല്ലേ അവൻ ചാന്ത് പൊട്ടാ. അതെ. ലോറൻസേ, ലിപ്സ്റ്റിക് തീർന്നടോ. ആണോ? അത് പിന്നെ ചാന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പുരുഷ സ്പർശമേൽക്കാതെ വെണ്ടികേറി പണ്ടാരടങ്ങി കിടക്കുന്ന ഈ അംഗരാജ്യത്തേക്ക് വരുന്ന നമ്മുടെ ചാന്ത് പൊട്ടിന് നമ്മൾ ഒരു ഗംഭീര സ്വീകരണം നൽകുന്നു.